അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമളാനിന് ശേഷം രണ്ടാമത്തെ ദർസിന്റെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഉള്ളത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് റമളാനിലെ തഖ്വ തിരിച്ചു പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ബറകല്ലാഹു. പരിശുദ്ധ റമളാനിലെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. നമ്മൾ വളരെ ആക്റ്റീവായിരുന്നു, വളരെ ശ്രദ്ധയോടു കൂടെയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. നമ്മൾ നോമ്പിലായിരുന്നു, നമ്മുടെ രാത്രികൾ തറാവീഹ് കൊണ്ട് ധന്യമായിരുന്നു. നമ്മുടെ പകലുകളിൽ കുറച്ച് സമയം കിട്ടുമ്പോഴേക്ക് ഖുർആൻ നമ്മൾ എടുക്കുന്നു, നമ്മൾ പാരായണം ചെയ്യുന്നു, അത് ഖത്തം തീർക്കുന്ന തിരക്കിലായിരുന്നു. നമുക്ക് കഴിയുന്ന ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ എഴുന്നേറ്റിരുന്നു. തഹജ്ജുദിന്റെ അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇതൊക്കെ റമളാനിൽ നമ്മൾ ചെയ്തുവെങ്കിൽ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് അത്രയൊന്നും ദിവസമായിട്ടില്ല. പക്ഷെ ഈ സമയത്ത് നമ്മളെ വിചാരണക്കെടുക്കുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഇബാദത്ത് എടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ്? അത് റമളാനിന്റെ കേസ് മാത്രമാണ്. പണ്ഡിതന്മാർ എപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഉദ്ധരിക്കുന്ന ആയത്താണ് സൂറത്ത് ഹിജ്റിലെ 99-ാമത്തെ വചനം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് എടുക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, ഏതുവരെ നീ ഇബാദത്ത് എടുക്കണം, ഏതുവരെ നീ റബ്ബിനെ ആരാധിക്കണം? നിനക്ക് ദൃഢവിശ്വാസം യഖീൻ നിന്നിലേക്ക് എത്തുന്നത് വരെ. നിന്നിലേക്ക് ദൃഢവിശ്വാസം എന്തെന്ന് പറഞ്ഞാൽ എന്താ? യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യഅനി അൽ മൗത്ത്. തഫ്സീറുകളിൽ കാണാം അവിടെ ഉദ്ദേശം മൗത്താണ്, മരണമാണ്. മരണം നമ്മെ തേടിയെത്തുന്നത് വരെയാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം. അഥവാ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടാം. അത് ശവ്വാല് പിറക്കുമ്പോൾ നിർത്തേണ്ടതല്ല. ശവ്വാല് പിറന്നു കഴിഞ്ഞാൽ ഇന്നലകളിലേക്ക് മടങ്ങേണ്ട അവസ്ഥ ശരിക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. വ ഇൻ ഖല്ല, അത് എത്ര കുറച്ചാണെങ്കിലും ശരി, പടച്ചോന് സ്ഥിരം ചെയ്യുന്ന കർമ്മമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. സ്ഥിരം ചെയ്യുന്ന കർമ്മം അങ്ങനെ പറയുമ്പോ സ്ഥിരം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ഇപ്പോ ബാക്കിയുണ്ട് നമ്മൾ ആലോചിക്കണം. എത്ര ബാക്കിയുണ്ട്? സ്ഥിരം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ബാക്കിയുണ്ട്? റമദാൻ കഴിഞ്ഞതിന് ശേഷം റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ എത്ര കർമ്മങ്ങൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? അത് കുറച്ചാണെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തത് എന്താ? ഖുർആനിന്റെ പാരായണമായിരിക്കും. ഏറ്റവും കൂടുതൽ ചെയ്തത് ഖുർആനിന്റെ പാരായണമായിരിക്കും. ആ ഖുർആനിന്റെ പാരായണം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്നുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു ഡേ എടുക്കുമ്പോ, നമ്മുടെ റൊട്ടീൻ എടുക്കുമ്പോ അങ്ങനെ ഒരു സമയമുണ്ടോ? പ്രത്യേകിച്ചും പ്രഭാതങ്ങളിൽ അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ. അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിനെ കൊണ്ടുവരുന്നതാണ്. ജീവിതത്തിൽ സമയമില്ല എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഖുർആനിന്റെ പാരായണം. എത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം നമുക്ക് ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും സമയത്തിലും ആയുസ്സിലും ഒക്കെ വരും. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. നമ്മളൊക്കെ എപ്പോഴും വലിയ സംഭവമായിട്ട് റമദാനിൽ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കുന്നതിനെ വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. സഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെർമിഷൻ ചോദിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ചോദിച്ച് അവസാനം 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കട്ടെ എന്ന് ചോദിക്കുക. അത് റമദാനിലല്ല, സാധാരണ ഗതിയിൽ 3 ദിവസം കൊണ്ട് തീർക്കട്ടെ, 7 ദിവസം കൊണ്ട് തീർക്കട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിക്കണമെങ്കിൽ എത്രത്തോളം അവർക്കൊക്കെ ഖുർആനിനോട് ബന്ധമുണ്ടായിരുന്നു. നമ്മളെ ഒരു ഖുർആനിന്റെ ഒരു ദിവസത്തെ പാരായണത്തിന്റെ അവസ്ഥ എത്രയാണ്? പാരായണം ചെയ്യാതെ കടന്നു പോകുന്ന അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് മഹാന്മാരായ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ അവർ പറയുന്നത് ഖുർആൻ ഒരുപാട് സമയം ഒരു ഖുർആനിന് അഡിക്റ്റ് ആകുക എന്ന് പറയില്ല. അത് സലഫുകളുടെ ചരിത്രം, മുൻഗാമികളുടെ ചരിത്രം വായിക്കും ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. പണ്ഡിതന്മാർ പറയണം, എങ്ങനെ അവരിങ്ങനെ ഖുർആൻ ഓതിയത്, ഇങ്ങനെ അഡിക്റ്റ് ആകണം എങ്ങനെയാണ്? എന്റെ ആശങ്ക അല്ലെങ്കിൽ എന്റെ ആ ചിന്തക്കുള്ള സൊല്യൂഷൻ മൊബൈൽ ഫോൺ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഒരു കാര്യത്തെ, ഒരു വസ്തുവിനെ മനുഷ്യന്മാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സമയം വിഷയമല്ല, അവരതിന് അഡിക്റ്റ് ആവും. മൊബൈൽ ഫോണ് എപ്പോഴും നമ്മുടെ കൈയിന്റെ അരികിലുണ്ട്. ഇടക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അതിലായിരിക്കും പലപ്പോഴും നമ്മുടെ കണ്ണുണ്ടാകുന്നത്. എന്നാൽ അതിനേക്കാൾ സമയം അവര് ചെലവഴിച്ചത് ഖുർആനിലായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോ റമദാനിൽ 60 തവണ പ്രഭാതത്തിൽ ഒരു തവണ, പിന്നെ പകലിൽ ഒരു തവണ, രാത്രി ഒരു തവണ ഖുർആൻ ഖത്തം തീർത്തിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഖുർആനിന്റെ പാരായണം, ഞാനിത് നിർത്തൂല, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റമദാനിൽ മാത്രം ആരാധിക്കുന്നവളല്ല എന്ന തീരുമാനം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. നമുക്കൊരു സമയം ഖുർആൻ ഓതാൻ ഉണ്ടാകണം, ഹിഫ്ളാക്കാൻ ഉണ്ടാകണം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ഉണ്ടാകണം, ഖത്തം തീർക്കാൻ ഉണ്ടാകണം. മനസ്സിലായോ? 1 സമയമാകാം, 2 സമയമാകാം, 3 സമയമാകാം. ആ സമയങ്ങളിൽ നമ്മൾ ഖുർആനുമായി കണക്റ്റഡ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റിയ റമദാനിൽ നമ്മൾ ചെയ്ത സംഗതിയാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്.
എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഉറങ്ങണീന്റെ മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും ഞാൻ വിത്ർ നിസ്കരിച്ചിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തിൽ കാണാം വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത്. അത്രയും പ്രാധാന്യമുണ്ട് വിത്റിന്. നമ്മൾ തറാവീഹ് അല്ല നിസ്കരിച്ച് അതിൽ 3 റക്അത്തെങ്കിലും മിനിമം 3 റക്അത്തെങ്കിലും നിസ്കാരം കഴിഞ്ഞ് അതുകൂടി നിസ്കരിച്ചിട്ട് അങ്ങോട്ട് നിസ്കാരപ്പായനെ എണീക്കാം. നമ്മൾ തീരുമാനിച്ച നടക്കും പ്രിയപ്പെട്ടവരെ. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാം. ഇനി രാവിലെ നമുക്ക് നേരത്തെ നമ്മൾ വിത്ത് നിസ്കരിച്ച് കിടന്നാലും രാവിലെ നമ്മൾ സുബഹിസ്കാരത്തിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നമ്മൾ എണീക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒറ്റയാക്കരുത്. പിന്നെ നമ്മൾ തഹജ്ജുദായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുക, ഇരട്ടയായി നിസ്കരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഇശാക്ക് ശേഷം 3 നിസ്കരിച്ചു, സുബഹിന് മുമ്പ് എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 5 വരുള്ളൂ. അപ്പോഴും ഒറ്റയായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു രാത്രിയിൽ 2 വിത്തറുകളില്ല, ലാ വിത്തറാനി ഫീ ലൈല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 3 റക്അത്തെങ്കിലും വിത്തർ നമ്മൾ നിസ്കരിക്കുക. തഹജ്ജുദും കൂടി നിസ്കരിക്കാൻ പറ്റിയാൽ ഒന്നുകൂടി നല്ലതാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് സ്വതക്കയാണ്. സ്വതക്ക നമുക്ക് കഴിയുന്ന ഒരു സംഖ്യ നമ്മൾ നൽകുക എന്നുള്ളതാണ്. നാലാമത്തത് സുന്നത്ത് നോമ്പുകളാണ്. വ്യാഴാഴ്ചയുണ്ട്, തിങ്കളാഴ്ചയുണ്ട്, അതുപോലെ തന്നെ അയ്യാമുൽ ബീദുണ്ട്. അത് നമ്മൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും സഹോദരിമാരായതുകൊണ്ട് ഒരുപാട് നോമ്പുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നോമ്പുകൾ നമ്മൾ തിരിച്ചു പിടിക്കണം. അത് വ്യാഴാഴ്ചകളിൽ, തിങ്കളാഴ്ചകളിലൊക്കെ നമുക്ക് നോറ്റ് കഴിഞ്ഞാൽ, വ്യാഴാഴ്ചയിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഫറളാണെങ്കിലും സുന്നത്താണെങ്കിലും ആ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങൾ ഉയരുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നബി നോമ്പെടുക്കാൻ കാരണം കർമ്മങ്ങൾ ഉയരുന്ന സമയമാണ്. അതല്ലാതെ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് പ്രത്യേകം ഇന്ന പുണ്യം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫറള് നോമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിലും സുന്നത്ത് നോമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അപ്പൊ നമ്മുടെ നോറ്റ് വീട്ടാനുള്ള നോമ്പൊക്കെ നമ്മുടെ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളായിട്ട് നമ്മൾ കുറച്ച് ചിലപ്പോൾ വീട്ടിൽ തന്നെ വേറെ പലരും ഉണ്ടാകും, ഒന്ന് കമ്പനിയായി ഒന്ന് തീരുമാനിച്ച് നമുക്ക് അതൊക്കെ ഒന്ന് വീട്ടല്ലേ എന്ന് ഉറപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ വീട്ടുക. ആദ്യം ഫറള് വീട്ടുക. അത് സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മുടെ ഒരു ഹാബിറ്റായി, നമ്മുടെ ശീലമായി വരും. നമുക്ക് കഴിയണ പോലെ നമുക്ക് സുന്നത്തുകളിലേക്ക് ഇൻഷാ അല്ലാഹ് വരാൻ പറ്റിയാൽ, ഈ തിങ്കളാഴ്ച മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വ്യാഴാഴ്ച മാത്രമാണെങ്കിൽ അങ്ങനെ. അഥവാ ഇത് റമളാനിൽ മാത്രം നോമ്പെടുക്കുന്ന ഒരവസ്ഥ പകരം ഇതല്ലാത്ത സമയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകളിലേക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കും. ഓക്കെ, ഇങ്ങനെ റമളാനിൽ നമ്മൾ ചെയ്ത എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വേർഷനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. റമളാനിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചിരുന്ന ആളുകളാണ്, സമയത്ത് നിസ്കരിച്ചിരുന്ന ആളുകളാണ്. ഫർദ് നിസ്കാരങ്ങൾ അത് നമ്മൾ തെറ്റിക്കാതിരിക്കുക, വൈകിപ്പിക്കാതിരിക്കുക, കറക്റ്റ് ആ സമയത്ത് തന്നെ നിസ്കരിച്ചു പോകാനുള്ള ശ്രദ്ധ ഉണ്ടാകുക. മഹാന്മാരായ മുൻഗാമികൾ പറയാറുണ്ട്, കുൻ റബ്ബാനിയൻ, നിങ്ങൾ റബ്ബിന്റെ ആളുകളാകണം, വലച്ച കുൻ റമളാനിയൻ, നിങ്ങൾ റമളാന്റെ സ്പെഷ്യൽ ആളുകളായി മാറരുത്. നിങ്ങൾ ആരാളാകണം? റബ്ബിന്റെ ആളാകണം. അള്ളാന്റെ ആളായാൽ അവർക്ക് റമളാനും ശവ്വാലും ഷഅബാനും ഏത് മാസമാണെന്നുണ്ടെങ്കിലും അവരുടെ ഇബാദത്ത് നിർത്തുന്ന പരിപാടിയില്ല. റമളാനിൽ കുറച്ച് കൂടുതൽ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ റമളാൻ കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും നിസ്കരിക്കുക, ഖുർആനൊക്കെ വേണം തോന്നിച്ച ഓതുക. അങ്ങനെ ഒരു നിലപാടല്ല അവർക്കുണ്ടായിരുന്നത്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവര് സാധാരണ ജീവിതത്തിൽ, റമളാനല്ലാത്ത സാധാരണ മാസങ്ങളിൽ, ദിവസങ്ങളിൽ അവർ ചെയ്ത ഇബാദത്ത് പോലും നമ്മൾ റമളാനിൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ എത്രത്തോളം എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, ബിഇസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. ചില ആളുകൾ എത്ര മോശപ്പെട്ട ജനവിഭാഗമാണവർ,
അവർക്ക് അള്ളാനെ അറിയില്ല. ഇല്ലാ ഫി റമദാൻ, അള്ളാനെ റമദാനിൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ. റമദാൻ വരുമ്പോ മാത്രമേ അവർക്ക് അള്ളാനെ അറിയുള്ളൂ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ അവർക്ക് ഓർമ്മയില്ല. പിന്നെ നിസ്കാരം ഓർഡർ തെറ്റാണ്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ മറന്നു പോവുകയാണ്. വിക്റുകൾ അവരുടെ ചുണ്ടിൽ നിന്ന് അസ്തമിക്കുകയാണ്. അവർക്ക് രാത്രി നമസ്കാരമില്ല. അവർ സ്വതക്കുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ. ഈ റമദാനിൽ ചെയ്ത ആളെന്നെയാണോ ഇത് എന്ന് സംശയിക്കുമാർ അവസ്ഥ. അവരെ മോശപ്പെടുത്തി മഹാന്മാരായ മുൻഗാമികളുടെ വാചകങ്ങളാണ് നമ്മൾ കണ്ടത്. അതാണ് ഒന്നാമത്തത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അമലാണ്, അമലാണ്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കലാണ്. നമുക്ക് ഇവിടെ എന്തില്ല? ഇവിടെ നമുക്ക് വിശ്രമമില്ല. അഅ്മാലുനാ ഫിദ്ദുനിയ, ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അഅ്മാലുനാ ഫിദ്ദുനിയ, ദുനിയാവിൽ നമ്മുടെ കർമ്മങ്ങളുടെ ലോകമാണ്. വറാഹത്തുനാ ഫിൽ ജന്ന, റെസ്റ്റ് എടുക്കണോ? സ്വർഗത്തിൽ പോയിട്ട് എടുക്കാം. നമ്മുടെ വിശ്രമം സ്വർഗത്തിലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, നന്മകൾ റമദാനിന് ശേഷവും നന്മകൾ തുടരുന്നു എന്നുള്ളത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന്റെ അടയാളമാണ്. ശരിക്കും ആലോചിച്ചോളൂ. റമദാനിൽ നമ്മൾ കുറെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? നമ്മുടെ മനസ്സിലൊക്കെ ആ പേടിണ്ടോ? നമ്മളൊക്കെ അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണോ? ഒക്കെ റെഡി ആയിട്ടുണ്ടോ? ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒക്കെ 100% അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ചിന്തയാണോ നമുക്കുള്ളത്? സലഫുകളെ എത്ര പേടിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിട വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മകൾ ചെയ്യുമ്പോഴും സദഖകൾ കൊടുക്കുമ്പോഴും അവരുടെ ഹൃദയം വിറക്കണം എന്നുള്ള ആയത്തിറങ്ങി. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ അരികിൽ വന്ന് ചോദിക്കേണ്ട, പ്രവാചകരെ, എന്തിനാണ് അവരുടെ ഹൃദയങ്ങൾ വിറക്കുന്നത്? അവര് വ്യഭിചാരികളാണോ? അവര് മോഷ്ടാക്കളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ യ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ ആയിഷ, അവര് വ്യഭിചരിച്ചിട്ടില്ല, അവര് വ്യഭിചാരികളല്ല, അവര് മോഷ്ടാക്കളല്ല. മറിച്ച് അവര് നന്മ ചെയ്യുമ്പോൾ അവരുടെ പേടി എന്താ? അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന പേടിയാണ് അവർക്കുണ്ടായിരുന്നത്. പടച്ചോ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. മനസ്സിലായോ? ആ ചിന്തയിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, ആ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിന്റെ അടയാളമാണ് റമദാൻ കഴിഞ്ഞാലും ഈ നന്മകൾ അവർ തുടരും. റമദാനിൽ ചെയ്ത പോലെ ചെയ്തിട്ടില്ലെങ്കിലും ആ നന്മകൾ അവർ തുടരും, നിർത്തൂല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദം വആതാഹും തഖ്വാഹും. ഹിദായത്ത് അള്ളാഹ് നൽകിയ ആളുകൾ അവർക്ക് ഹിദായത്ത് വീണ്ടും വീണ്ടും ഏറ്റി നൽകും. റമദാനിൽ ചെയ്തവർക്ക് വീണ്ടും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. വആതാഹും തഖ്വാഹും, അവർക്ക് റബ്ബ് തഖ്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടരുന്നില്ലെങ്കിൽ റമദാനിലെ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹ് പരിഗണിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള പേടി നമുക്ക് ഉണ്ടാകണം. അതാണ് രണ്ടാമത്. ക്ലിയർ ആണ്? 2 ക്ലിയർ ആണെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യും. 2 ക്ലിയർ ആണെങ്കിൽ 3 എന്ന് ടൈപ്പ്. ഓക്കെ, മാഷാഅല്ലാഹ്, ബറകല്ലാഹു ഫീക്. മൂന്നാമത്തത്, കർമ്മങ്ങൾ നശിപ്പിച്ചു കളയുന്നവരായി നമ്മൾ മാറരുത്. കുറെ ആളുകൾ റമദാനിലൊക്കെ ഒരുപാട് ചെയ്യും, ജീവിതത്തിൽ തന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധ വേണ്ടത് റമദാന്റെ ഒക്കെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുവേ കർമ്മങ്ങൾ ചെയ്യാനും കർമ്മങ്ങൾ സംരക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണം.
നമ്മളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് നോമ്പെടുത്തു, ഖുർആൻ പാരായണം ചെയ്തു, രാത്രി നിസ്കരിച്ചു, സദഖ കൊടുത്തു, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ എന്തിനാ? പരലോകത്ത് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകണം, അല്ലെ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കപ്പെടണം. ഇതല്ലേ നമ്മുടെ ആഗ്രഹം. പക്ഷേ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ ആ കർമ്മങ്ങളെ പൊളിച്ചു കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് അല്ലാഹ് പറയുന്നത്, വല തകുനു കല്ലതി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നൂലിങ്ങനെ മെടഞ്ഞുണ്ടാക്കി അവസാനം അതൊക്കെ ആകെ കെട്ട് പഴയ പോലെ ആക്കുന്ന, ആകെ കീറി ആ കെട്ടഴിക്കുന്ന ആളുകളെ പോലെ, അല്ലെ കയറ് പിരിച്ചൊക്കെ കയറിന്റെ രൂപത്തിലേക്കാക്കി വീണ്ടും ആ പിരിക്ക മാറ്റിയിട്ട് പഴയ പോലെ ആക്കുക, അല്ലെങ്കിൽ വലിയ ഒരു കൊട്ടാരം ഉണ്ടാക്കുക. വർഷങ്ങളോളം ഒരുപാട് മനുഷ്യരുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം, ഒരു വലിയ ബിൽഡിംഗ്, ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ഒരു ബിൽഡിംഗ്, അതിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് അതിൽ കൊണ്ട് ഒരു ബോംബ് വെച്ച് തകർക്കുക. അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അവര് വിഡ്ഢികളാണ്. നാറാണത്തു ഭ്രാന്തന്റെ സംഭവങ്ങൾ, കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു മലക്ക് മുകളിൽ ഒരു കല്ല് അത് ഉരുട്ടിക്കൊണ്ടേ മുകളിൽ കൊണ്ടിട്ട് അവിടെ താഴത്തേക്ക് കൊടുക്കും, വീണ്ടും താഴെ വന്നിട്ട് വീണ്ടും മുകളിൽ കൊണ്ട് വീണ്ടും ഉരുട്ടിടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതുപോലെയാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ ഉറപ്പിക്കണം, ഈ കർമ്മങ്ങളൊക്കെ ഒന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ സ്റ്റോക്കാണ്, ഞാനൊക്കെ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇതൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ സംശയത്തിൽ ഉണ്ടാകാൻ പാടില്ല. പിശാചിന്റെ ഇടപെടലുകളിൽ, കുതന്ത്രങ്ങളിൽ പെട്ടതാണ്. ഒരു മനുഷ്യനെ കർമ്മങ്ങൾ ഇഖ്ലാസോടെ ചെയ്തിട്ടുണ്ടെങ്കിലും, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, പിന്നെ അടുത്ത പിശാചിന്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചെയ്ത കർമ്മങ്ങൾ പൊളിക്കാനുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മളെ കൊണ്ട് ചിന്തയോ ഉണ്ടാക്കും. ഞാനും തിരക്കടില്ല, ഞാനൊക്കെ ഉഷാറാണ്, ഞാനൊക്കെ ഒരുപാട് ബെറ്ററാണ്, എന്താ എന്റെയൊക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ, ഞാനൊക്കെ കുറെ ചെയ്യുന്നുണ്ട്, എന്റെ വീട്ടിലെന്നുള്ള ഒന്നും ചെയ്യണം ഓല എന്തൊക്കെ എന്താ. അങ്ങനെ ഒരു ഒഴിജുബ്, ഞാൻ തിരക്കടില്ല എന്ന ചിന്ത ഒരാൾക്ക് വന്നാൽ അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, ഒന്നും ഉണ്ടാവില്ല പരലോകത്തെത്തും. പഠിച്ചോ കാക്കട്ടെ. നമ്മൾ ഗീബത്ത് പറയണം, നമ്മൾ നമീമത്ത് പറയണം, നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ച്, ഭർത്താവിനോട് അമ്മായിമ്മന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉമ്മ വിളിക്കുമ്പോ ഉമ്മാനോട് ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ അമ്മായിമ്മനോട് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ സംസാരങ്ങളിൽ പിശാച് നമുക്കൊരാസ്വാദനം, മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചു പറയുന്നത് ഒരാസ്വാദനം കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ സംസാരങ്ങളിൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വരും. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ പരലോകത്ത് ഒന്നും ഉണ്ടാകൂല, അങ്ങനെ കൊടുക്കേണ്ടി വരും. കുറച്ചും കാക്കട്ടെ. നമ്മുടെ സംസാരങ്ങൾ എത്ര നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സംസാരങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മങ്ങൾ ഒരാൾക്ക് ഫ്രീ കൊടുക്കാനുള്ളതല്ല. നമ്മൾ അധ്വാനിച്ചത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അധ്വാനിച്ചത് നമുക്ക് സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കപ്പെടാനാണ്. അത് മറ്റുള്ളവർക്ക് ഹദിയ ചെയ്യാനുള്ളതല്ല. എല്ലാവർക്കും നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും സൽക്കർമ്മങ്ങളും സ്വതക്കകളും അതൊക്കെ നമ്മളിങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരെ കുറിച്ച്, മുഫ്ലിസുകളെ കുറിച്ച്, എല്ലാം തുലഞ്ഞു പാപ്പരായവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടീമിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ റമദാൻ കഴിഞ്ഞാലും റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകണം.
തിന്മകളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. രഹസ്യ ജീവിതത്തിൽ തിന്മകൾ വരുന്നുണ്ടോ? ആൾക്കാരെ മുമ്പിൽ നമ്മൾ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഒറ്റക്കാകുമ്പോ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു, തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്താലും പടച്ചോൻ രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാത്തവരുടെ കർമ്മങ്ങൾ പൊളിച്ചു കളയും, പാറിക്കളിക്കുന്ന ധൂളികളാക്കി മാറ്റും. അള്ളാഹ് കാക്കട്ടെ. അള്ളാഹു രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തഖ്വയും സൂക്ഷ്മതയും റബ്ബ് നമുക്ക് നൽകട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ. അതാണ് മൂന്നാമത്തത്. ഞാനൊക്കെ കുറെ റമദാനിൽ ചെയ്തിട്ടില്ലേ, ഒരുപാട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ, ഒരുപാട് സൽക്കർമ്മം ഞാൻ ചെയ്തിട്ടില്ല, ഇനി കുഴപ്പമില്ല, കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത, അത് പൈശാചികമാണ്. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയാൻ, പരലോകത്തെത്തുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ, നരകാഗ്നിയിലേക്ക് നമ്മളെ വലിച്ചെറിയുന്ന ആ സംഗതി കണ്ട് എനിക്ക് കൂട്ടിന് പിശാച് ആഗ്രഹിക്കുന്നതാണ്. പിശാചിന് കൂട്ടിന് നമ്മൾ ഉണ്ടാകണം. അതാണ് പിശാചിന്റെ അജണ്ട. അതിനുവേണ്ടി തന്ത്രങ്ങൾ അവൻ മെനയും. അതിനുവേണ്ടി മോശപ്പെട്ട കാര്യങ്ങളെ വളരെ ഭംഗിയാക്കി നമ്മുടെ മനസ്സുകളിൽ അവൻ തോന്നിപ്പിക്കും. അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളിൽ വ്യാമോഹങ്ങൾ ഇട്ട് തരും. ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ പൊയ്ക്കോളും. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് വരുന്നത് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. പ്രേരണ നമുക്ക് വരാത്തത് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ അഗ്നിത്തിരു നിങ്ങൾ വർദ്ധിപ്പിക്കണം, പണം വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഇസ്ലാം വർദ്ധിപ്പിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ തിരക്കുകൾ കാരണം പറഞ്ഞ് മറക്കരുത്. നിങ്ങൾ വർദ്ധിപ്പിക്കണം. യാനി അൽ മൗത്ത്, അതുകൊണ്ട് ഉദ്ദേശം മരണമാണ്. നമ്മള് ജസ്റ്റ് ഇന്ന് നമ്മൾ മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മൾ ഖബറിൽ പോയി കിടക്കുന്നത്, നമ്മളെക്കുറിച്ച്, നമ്മൾ മരിച്ചു, നമ്മൾ മരണപ്പെട്ടു, നമ്മളെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംസാരങ്ങൾ, ഇന്നലെ വരെ അവൾക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ലല്ലോ, നമ്മളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നലെ വരെ എന്നോട് ഇന്നലെ എനിക്ക് ഫോൺ വിളിച്ചതാണ്, അവൾ. എന്താ പറ്റി അവൾക്ക്? എന്താ സംഭവിച്ചത്? അങ്ങനെയുള്ള കമന്റുകൾ നമ്മുടെ മരണത്തെ കുറിച്ച് പറയുന്ന ദിവസം നമ്മൾ ആലോചിക്കുക. നമ്മളൊക്കെ വിചാരിക്കുക നമ്മളൊക്കെ ഇനി 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലം. അള്ളാന്റെ രേഖയിൽ ചിലപ്പോൾ എന്നായിരിക്കും ഡേറ്റ്. ആ വിളി വന്നാൽ പിന്നെ ചാൻസുകളില്ല. ഞാൻ ജസ്റ്റ് എന്റെ മക്കളോടൊന്ന് പറയാം, ഭർത്താവിനോടൊന്ന് പറയട്ടെ എന്ന് പറയാൻ ഒരു സെക്കൻഡ് പോലും ഖുർആൻ പറഞ്ഞത്, ഒരു കുറഞ്ഞ സമയം പോലും നീട്ടിത്തരൂല. അത് മുന്തിക്കൂല, പിന്തിക്കൂല. സമയം വരണം, പോണം. നമ്മള് വലിയ യാത്ര, ഭൂമി ലോകത്ത് നമ്മൾ യാത്ര നടത്തുമ്പോ നമ്മൾ പറയേണ്ടവരോടൊക്കെ പറയും, ഞാൻ ഇങ്ങോട്ട് ഉംറക്കൊന്ന് പോയി വരാം, ഞാൻ ബോംബെക്കൊന്ന് പോയി വരാം, ഞാൻ ഡൽഹിക്കൊന്ന് പോയി വരാം, ഞാൻ കാശ്മീർക്കൊന്ന് പോയി വരാം. എന്നാൽ ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ ഔട്ടാകുന്ന ആ യാത്രയിൽ നമുക്ക് പറയാൻ സമയം കിട്ടൂല. പലപ്പോഴും പറയാൻ സമയം കിട്ടൂല. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ നിസ്കാരം പ്രോപ്പർ ആകൂലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ ഖുർആനിന്റെ പാരായണം അത് വർദ്ധിക്കൂലേ?
അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവുകളിലൂടെ കടന്നു വരുന്ന വാചകങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിക്കൂലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കളോടുള്ള ഇടപെടലുകളിൽ മാറ്റം വരൂലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളിലും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മാനസികമായ കരുത്ത് നമുക്ക് നേടാൻ പറ്റൂലേ? ഇത് മരുന്നാണ്. ഒരു ഡോക്ടറും നിർദ്ദേശിക്കാത്ത, പ്രവാചകൻ എന്ന ഡോക്ടർ ലോകത്ത് നിർദ്ദേശിച്ച മരുന്ന്, എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മറക്കാനുള്ള മരുന്ന് അക്സിറു, നമ്മൾ വർദ്ധിപ്പിക്കുക. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. ഇതൊക്കെ കഴിയും, ഈ പ്രയാസമുണ്ടോ ഒക്കെ കഴിയും പ്രിയപ്പെട്ടവര്. സങ്കടമുണ്ടോ കഴിയും. നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥ മോശമാണോ, അത് നമ്മൾ അതിജയിച്ചു പോകുന്ന സമയം വരും. ഇത് വേദനകളുടെ ലോകമാണ്. ഇത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. എന്നാൽ സുഖങ്ങൾ മാത്രമുള്ള ഒരു ലോകത്ത്, സ്വർഗത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള കാര്യം ചെയ്യാം. റമദാനിൽ മാത്രം ചെയ്താൽ പോരാ. ഈ ചിന്ത എപ്പോഴും മനസ്സുകളിൽ സജീവമാകണം. തൗഫീഖ് നൽകട്ടെ. ഈ ചിന്തകളിലേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് എത്തുക എന്നുള്ളതാണ്, നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. റമദാനിനെ കുറിച്ച് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്ന രംഗങ്ങൾ ഒന്ന് ആലോചിച്ചോക്കാണ്. അവിടെ നമ്മളെ വേണ്ടപ്പെട്ടവർ കരയുന്ന രംഗം, നമ്മുടെ മക്കള് കരയുന്നു, നമ്മുടെ ഭർത്താവ് കരയുന്നു, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ കരയുന്നു. പടച്ചോനെ, എന്റെ കുട്ടി എത്ര പെട്ടെന്ന് നീ അവളെ വിളിച്ചല്ലോ എന്ന് പറയുന്ന രംഗം. അതുവരെ ഉമ്മ എന്ന് വിളിച്ചവർ, അതുവരെ ഭാര്യയായി നമ്മളെ ഇഷ്ടപ്പെടുന്ന പേര് വിളിച്ച ഭർത്താവ് പിന്നെ ആ പേര് വിളിക്കൂല. മയ്യത്തെടുത്തോ എന്നാ ചോദിക്കുക. ആളുകളെല്ലാം നമ്മുടെ മയ്യത്ത് കാണാൻ വന്ന് നമ്മെ കഫൻ ചെയ്ത് നമ്മെ കുളിപ്പിച്ച് നാലുകാലുള്ള കട്ടിലിലേറ്റി നമ്മളെ കൊണ്ടുപോകുന്ന, മയ്യത്ത് കട്ടിലേറ്റി നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക. 6 അടി മണ്ണിലേക്ക് നമ്മുടെ മൃതശരീരം വെച്ച് മയ്യത്ത് വെച്ച് തസ്ബീത്തും ചൊല്ലി കുറച്ചു നേരം ഏറ്റവും അടുത്ത കുടുംബക്കാർ കുറച്ചുകൂടി സമയം, എല്ലാവരും പോയാലും കുറച്ചുകൂടി സമയം നിന്ന് പ്രാർത്ഥിച്ച് അവരും മടങ്ങിപ്പോകുന്ന അവസ്ഥ. ഇത്ര വലിയ ബന്ധമുള്ള പോകും പ്രിയപ്പെട്ടവരെ. എത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും അവിടെ നിന്ന് പോകും. നമ്മെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച മക്കളാണെങ്കിലും അവര് പോകും. നമ്മുടെ ഖബറിലാക്കി 6 അടി മണ്ണിലേക്ക് നമ്മെ മറമാടിയതിനു ശേഷം അവര് തിരിച്ചു വീടുകളിലേക്ക് പോകും. പിന്നെ നമ്മൾ കിടക്കുന്നത് ഖിയാമത്ത് നാൾ വരെ ബർസഖിന്റെ ലോകത്താണ്. നമ്മൾ ആലോചിക്കണം. അത് ശൈത്താൻ മറപ്പിക്കും. നമ്മൾ ഓർത്തെടുക്കണം. ആ തിരിച്ചുവരിൽ നിന്നാണ്, ആ ഓർമ്മയിൽ നിന്നാണ് നമ്മുടെ ഇബാദത്തുകൾ ആർജവത്തോടെ ആവേശത്തോടെ ചെയ്യാനുള്ള ആ ഒരു ആവേശം കടന്നു വരിക. തിന്മകൾക്ക് ഒരായിരം അവസരം കിട്ടുമ്പോഴും ആ അവസരങ്ങൾ മാറ്റിവെച്ച് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിനെ ഭയപ്പെട്ട് മാറിക്കാൻ പറ്റും. മൊബൈൽ ഫോണുകളിൽ മണിക്കൂറുകളോളം റീൽസും ബ്ലോഗും കണ്ട് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. സഹാബത്തൊക്കെ അല്ലെങ്കിൽ മുൻഗാമികളൊക്കെ അവര് ഓർത്തിരുന്ന എത്രയെത്ര സംഭവങ്ങൾ. ചില ആളുകളൊക്കെ സ്വന്തം ഖബർ കുഴിച്ച് ആ ഖബറിൽ കയറി കടന്നിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിക്ക് ശരിക്കാണ് കയറാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, നീ ഇങ്ങനെ കിടക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ.
മഹാനായ റുഖാഷ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് തന്നെ വിളിച്ചിട്ട് സ്വന്തത്തോട് പറയാം, അല്ല, നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശേഷം നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ ആരാള്ളത്? നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി നോമ്പെടുക്കാൻ ആരാള്ളത്? നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആരാണ്? ആരും ഉണ്ടാകൂല. അതുകൊണ്ട് നീ ഇപ്പോ റൂഹുള്ള ആത്മാവുള്ള കാലഘട്ടത്തിലാണ്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ചെയ്തോ എന്നുള്ളത് സ്വന്തം പേര് വിളിച്ച് സ്വന്തത്തോട് സംവദിക്കുന്ന, സ്വന്തത്തോട് സംസാരിക്കുന്ന മുൻഗാമികൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് ജീവിതത്തിൽ എപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റിയത്? അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, നമ്മൾ ആത്മവിചാരണ നടത്തുക. നമ്മളെ വിചാരണക്കെടുക്കുക. നമ്മൾ കുട്ടികളെ വിചാരണ ചെയ്യലുണ്ട്. ഏയ് പഠിച്ചോ, പോയോ, വന്നോ, എന്താ ഈ കാണിച്ച്, ആരത് പൊട്ടിച്ചത്? നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ റബ്ബുമായുള്ള ബന്ധത്തെ, നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങളെ, പാപങ്ങളെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ, നമ്മുടെ വസ്ത്രധാരണത്തെ, മക്കളോടുള്ള ഇടപെടലിനെ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനെ, നമ്മുടെ വീട്ടുജോലികളെ, നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ, നമ്മുടെ ദീനിന്റെ പഠനത്തെ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ആത്മവിചാരണക്കെടുക്കണം. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സെൽഫ് ഓഡിറ്റിംഗ് ടൈം നമുക്കുണ്ടാകണം. ആത്മവിചാരണക്കുള്ള വേള നമുക്ക് ഉണ്ടാകണം. ആ വേള ഇല്ലെങ്കിൽ എന്താ അറിയോ, ആത്മവിചാരണ പോലും നടത്താൻ നമ്മൾ പറന്നുപോയാൽ നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് അങ്ങനെ ഒരു സമയമുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഹാസിബൂ, നിങ്ങൾ വിചാരണക്കെടുക്കണം, അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ വിചാരണക്കെടുക്കണം, ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. കോടാനുകോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി റഹ്മാനായ റബ്ബ് പരലോകത്ത് വിചാരണക്കെടുക്കും. അന്ന് വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴേ ഒന്ന് വിചാരണ ചെയ്യും. അന്ന് റബ്ബ് വിചാരണ ചെയ്യുമ്പോ പിന്നെ അവിടെ ശിക്ഷ നടപ്പിലാക്കലാണ്, അല്ലെങ്കിൽ അവിടെ എന്താണോ അതിന്റെ റിസൾട്ട് വെച്ച് അത് നടപ്പിലാക്കുന്ന സമയമാണ്. അവിടെ പിന്നെ പ്രവർത്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വിചാരണക്കെടുക്കും. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളൊന്നും തൂക്കി നോക്കി, നാളെ പരലോകത്ത് അള്ള കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പായി, പടച്ചോനെ ഞാനൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്താണ്? സ്വതക്കയുടെ അവസ്ഥ എന്താണ്? എന്റെ പെരുമാറ്റത്തിന്റെ ഇടപെടലിന്റെ അവസ്ഥ എന്താണ്? നോക്കുക. ഈ ആത്മവിചാരണ എപ്പോഴും വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഉറങ്ങണീന്റെ മുമ്പ് കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് നമ്മൾ എടുക്കുകയും, ഇന്ന് എന്റെ ഡേ എങ്ങനെയായിരുന്നു? എന്റെ റബ്ബിന് തൃപ്തിയുള്ള ഒരു ദിവസമായിരുന്നു? എവിടെയാണ് എനിക്ക് പാളിച്ചകൾ പറ്റിയത്? നന്മകൾ ചെയ്യാൻ പറ്റിയതിൽ അള്ളാഹുവിന് ആത്മാർത്ഥമായി അൽഹംദുലില്ലാ പറയാം. തിന്മകൾ വന്നുപോയത് അത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തി ആ കറ നീക്കി സമാധാനത്തോടെ കടന്നിറങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ, അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ, അള്ളാഹുവിന്റെ തൗഫീഖോടെ റമദാനിൽ നഷ്ടപ്പെട്ട തഖ്വയിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകും. എല്ലാറ്റിനും പുറമെ അള്ളാഹിനോട് നമ്മൾ നിരന്തരം തഖ്വ നിലനിർത്താൻ പ്രാർത്ഥിക്കുക. തെറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള അവസരങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അള്ളാഹു ആ അവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും, ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ദർസിന്റെ ക്ലാസ് ഒഴിവാക്കാതിരിക്കുക. നമുക്കുള്ള മനസ്സിനുള്ള റീചാർജ് ആണ് ദീനിയായ സംസാരങ്ങൾ. അത് നമ്മൾ കേൾക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും